അമേരിക്കൻ ചാരസംഘടനയായ CIA ഒരു ഉദ്യോഗസ്ഥൻ, മുൻ ഉദ്യോഗസ്ഥൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. ഏഷ്യൻ ന്യൂസ് ഇൻ്റർനാഷണൽ എന്ന വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. ഇന്നലെയാണ് ആ അഭിമുഖം പുറത്തു വന്നത്. ജോൺ കിരിയാക്കോ എന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം നിസ്സാരക്കാരനല്ല. 15 വർഷം അദ്ദേഹം ഈ സൗത്ത് ഏഷ്യയിലെ ഒരു കൺസൾട്ടൻ്റ് ആയിരുന്നു CIA. അതുപോലെ തന്നെ നിരവധി വർഷങ്ങൾ അദ്ദേഹം ഈ പാകിസ്ഥാനിലടക്കം സേവനം ചെയ്ത് ആൻറ്റി ടെററിസ്റ്റ് കൺസൾട്ടൻ്റ് ആയിരുന്നു ജോൺ കിരിയാക്കോ. ആ ജോൺ കിരിയാക്കോ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ, സത്യത്തിൽ അത് ലോകത്തെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. കേൾക്കുമ്പോൾ നമുക്ക് അത് ഇന്ത്യയെ ഞെട്ടിക്കാനാണ് എന്ന് തോന്നും. പക്ഷേ ഇന്ത്യയെ ഞെട്ടിക്കാൻ മാത്രമല്ല, അത് ലോകത്തെ മുഴുവനും ഞെട്ടിക്കാൻ വേണ്ടി നടത്തിയ വെളിപ്പെടുത്തലാണ്. ഒരു പക്ഷേ ഇപ്പോഴത്തെ അമേരിക്കൻ ഭരണകൂടം കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു വെളിപ്പെടുത്തലായിരിക്കും അത് എന്ന് നയതന്ത്ര വിദഗ്ധർ സംശയിക്കുന്നുണ്ട്. എന്തായാലും ആ വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ്: പാകിസ്ഥാൻ്റെ കൈവശം ആണവായുധമുണ്ട്. അത് നിയന്ത്രിക്കുന്നതും അത് കൈകാര്യം ചെയ്യുന്നതും അതിനെ സംരക്ഷണം ഒരുക്കി അത് സൂക്ഷിക്കുന്നതും ഒക്കെ അമേരിക്കയാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം 1980-കൾ മുതൽ തന്നെ പാകിസ്ഥാൻ ഈ ആണവായുധം കൈവശപ്പെടുത്തി അത് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നൊക്കെ അഹങ്കരിച്ചിരുന്നു. അവരുടെ ഈ ആണവ പദ്ധതികളുടെ ഈ ആണവ സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്ന് പറയുന്നത് AQ ഖാൻ എന്ന ശാസ്ത്രജ്ഞനാണ്. അബ്ദുൾ ഖാദർ ഖാൻ എന്ന ഈ ശാസ്ത്രജ്ഞൻ വലിയ അപകടം പിടിച്ച ചില നീക്കങ്ങൾ നടത്തിയ ആളാണ് എന്നും പറയപ്പെടുന്നുണ്ട്. വളരെ തന്ത്രപരമായി അമേരിക്കയിൽ നിന്ന് ആണവ രഹസ്യം സ്വന്തമാക്കിയ, അതിൻ്റെ ഫോർമുല സ്വന്തമാക്കിയ ഇദ്ദേഹം അത് ഇറാന് മറിച്ചു വിറ്റു എന്നും ഇറാനിൽ നിന്ന് അത് ഉത്തര കൊറിയ സ്വന്തമാക്കിയെന്നും ഒക്കെ ശ്രുതിയുണ്ട്. അതിൽ എത്ര സത്യമുണ്ട് എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇറാൻ്റെ കൈവശം ആണവ സാങ്കേതിക വിദ്യ എത്തിയിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാം. അത് റഷ്യയിൽ നിന്ന് വാങ്ങിയതല്ല എന്നും ലോകത്തിന് മുഴുവനും ബോധ്യമുണ്ട്. ഇരിക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഇവിടെ ഈ AQ ഖാൻ്റെ കൈവശമുണ്ടായിരുന്ന ആണവ സാങ്കേതിക വിദ്യ പക്ഷേ സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ളതായിരുന്നില്ല. നമുക്കറിയാം, പാകിസ്ഥാന് ഇതുവരെയായിട്ടും ഒരു ആണവ റിയാക്ടർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. സമാധാന ആവശ്യങ്ങൾക്കായി ആണവോർജം ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രമല്ല പാകിസ്ഥാൻ എന്നെല്ലാവർക്കും അറിയാം. അത്തരത്തിലുള്ള ഒരു ആണവ സാങ്കേതിക വിദ്യയോ ആണവ റിയാക്ടറോ പാകിസ്ഥാൻ്റെ കൈവശമുണ്ട് എന്ന് തോന്നുന്നില്ല. മറിച്ച് അവർ 1998-ൽ ഇന്ത്യ പൊക്രാനിൽ രണ്ടാമതൊരു ആണവ സ്ഫോടനം നടത്തിയപ്പോൾ അതിന് ബദലായിട്ട് അവർ ആണവ സ്ഫോടനം നടത്തി. തുടർന്ന് പാകിസ്ഥാൻ്റെ കൈവശം ഇന്ത്യയുടെ കയ്യിൽ എത്ര ആണവായുധങ്ങൾ ഉണ്ടോ അത്രയും തന്നെ ആണവായുധങ്ങൾ പാകിസ്ഥാൻ്റെ കൈവശവും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഈ ആണവ സംബന്ധമായ ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിട്ടില്ലാത്ത ഒരു രാഷ്ട്രത്തിന് എങ്ങനെ ഈ ആണവായുധങ്ങൾ കൈവശപ്പെടുത്താൻ കഴിഞ്ഞു? ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം ഇതുവരെ പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാം ആക്രമണത്തിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് ഭീകരന്മാർ താവളമടിച്ചിരുന്ന പ്രദേശങ്ങൾ ആക്രമിച്ച് തകർക്കുകയും ഭീകരന്മാരെ വധിക്കുകയും ചെയ്തു. അതിനുശേഷം പാക് വ്യോമസേന നമുക്ക് നേരെ ആക്രമണം നടത്താൻ തുനിഞ്ഞു. അതെല്ലാം നിഷ്പ്രഭമാക്കിയ ഇന്ത്യൻ പ്രതിരോധ മേഖല, ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം അങ്ങോട്ട് ഒടുവിൽ തിരിച്ചടിക്കുകയും ചെയ്തു. അങ്ങനെ പാകിസ്ഥാൻ്റെ നൂർഖാനിലെ എയർബേസ് വ്യോമത്താവളം തകർന്നു. ഈ നൂർഖാൻ തകർന്നതോടുകൂടി ആകെ വെപ്രാളമായി. അത് പാകിസ്ഥാനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടിച്ചത് അമേരിക്കയെയാണ്.
ഈ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. നൂർഖാനിലെ വ്യോമത്താവളം തകർന്നപ്പോൾ എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് ഹാലിളകി, അമേരിക്കയ്ക്ക് ഭ്രാന്തിളകിയത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിനുള്ള ഉത്തരമാണ് ജോൺ കിരിയാക്കോ പറയാതെ പറയുന്നത്. നൂർഖാൻ എന്ന വ്യോമത്താവളത്തിലാണ് അമേരിക്കയുടെ നിയന്ത്രണത്തിൽ പാക് ആണവായുധങ്ങൾ, പാക് ആണവ ബോംബുകൾ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് അടിവരയിടുന്നത്. എന്തായാലും നമുക്കറിയാം, പാകിസ്ഥാനിലെ 2 കുന്നുകൾ, കിരാന, ചാഗ്വായ് എന്ന് പറയുന്ന 2 കുന്നുകൾ, ഈ 2 കുന്നുകളിലും ഭൂമി തുരന്ന് തുരങ്കങ്ങൾ ഉണ്ടാക്കി, ടണലുകൾ ഉണ്ടാക്കി, അതിനുള്ളിലാണ് ഈ ആണവായുധങ്ങൾ പാകിസ്ഥാൻ സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്. ഇത് നൂർഖാൻ വ്യോമത്താവളത്തിൽ ഇരുന്നു കൊണ്ടാണ് അമേരിക്ക നിയന്ത്രിക്കുന്നത്. ഈ നൂർഖാൻ വ്യോമത്താവളത്തിലും അമേരിക്കയുടെ അല്ലെങ്കിൽ അമേരിക്ക നൽകിയിരിക്കുന്ന ആണവായുധങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ 2 കുന്നുകളും നമ്മൾ ബ്രഹ്മോസ് ഉപയോഗിച്ച് ആക്രമിച്ച് തകർത്തു. കിരാന കുന്നുകളിലും ചാഗ്വായ് കുന്നുകളിലും അതിരൂക്ഷമായ ആക്രമണമാണ് നടന്നത്. ആ ആക്രമണം നടന്നതിന് ശേഷം ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം, നമ്മുടെ സാറ്റലൈറ്റുകൾ ഒക്കെ സൂക്ഷ്മമായി പാകിസ്ഥാനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അവിടെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു B-350, B-350 എന്ന വിമാനം അവിടെയെല്ലാം നിരീക്ഷണം നടത്തി. ഈ നിരീക്ഷണം നടത്തുകയും അവിടെ ബോറോൺ എന്ന മൂലകം അവിടെ ഉപയോഗിക്കുകയും ചെയ്തു. അത് അവിടെ എല്ലാം വിതറുകയും ചെയ്തു. എന്തിനാണ് ഈ മൂലകം അവിടെ വിതരണം ചെയ്തത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. സാധാരണ ഈ മൂലകം റേഡിയോ ആക്റ്റീവ് അണുവികിരണത്തെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ അവിടെ അണുവികിരണം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ആ അണുവികിരണം ഈ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ, ലോഹങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആണവ ആയുധങ്ങളിൽ നിന്ന് അവിടെ ആണവ വികിരണം സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാനല്ലേ ഈ മൂലകം ഉപയോഗിച്ചത് എന്ന സംശയമാണ് നമ്മൾ അന്ന് തന്നെ പ്രകടിപ്പിച്ചത്. ഒരു ഈജിപ്ഷ്യൻ വിമാനമാണ് ഈ പ്രദേശത്ത് വന്ന് ഇതെല്ലാം പരിശോധിച്ചിട്ട് വളരെ കൃത്യമായി മടങ്ങിയത്. അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം സംശയത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഈ പ്രദേശത്ത് ആണവ വികിരണം ഉണ്ടായോ എന്ന പരിശോധന വളരെ കൃത്യമായി നടന്നു എന്നുള്ളതാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ്റെ 10 മടങ്ങി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവിടെ പാകിസ്ഥാനേക്കാൾ കൂടുതൽ ആശങ്കപ്പെട്ടത്, വ്യാകുലപ്പെട്ടത് അമേരിക്കയാണ്. ട്രംപ് നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറഞ്ഞു, ഞാൻ നിർദ്ദേശിച്ചതനുസരിച്ചാണ് അവിടെ സമാധാനമുണ്ടായത്, വെടിനിർത്തൽ ഉണ്ടായത്, ഇന്ത്യ പിൻവാങ്ങിയത് എന്നൊക്കെ പൊള്ളയായ അവകാശവാദങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരന്തരം ഉന്നയിച്ചിരുന്നു. ഈ അമേരിക്ക വെടിനിർത്തൽ ആവശ്യപ്പെട്ട് നമ്മളെ സമീപിച്ചിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ നമ്മൾ അതിന് വഴങ്ങിയില്ല. ആവശ്യക്കാർ നേരിട്ട് വരട്ടെ എന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട്. അങ്ങനെ ഒടുവിൽ പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ നേരിട്ട് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷനെ ബന്ധപ്പെടുകയും എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അത് ചെവിക്കൊണ്ട ഇന്ത്യ വളരെ പെട്ടെന്ന് തന്നെ സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് മടങ്ങിയെത്തി അവിടെ വെടിനിർത്തൽ കൊണ്ടുവന്നു. പക്ഷേ അതിസൂക്ഷ്മമായി കാര്യങ്ങൾ നിരീക്ഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, പാകിസ്ഥാൻ്റെ കൈവശമുള്ള ആണവ ആയുധങ്ങൾക്ക് കേട് സംഭവിച്ചിരിക്കുന്നു. അവ സൂക്ഷിച്ചിരുന്ന ഈ ബങ്കറുകളും തുരങ്കങ്ങളും ടണലുകളുമൊക്കെ നമുക്ക് സമർത്ഥമായി നശിപ്പിക്കാൻ സാധിച്ചിരിക്കുന്നു എന്ന ഉറപ്പ് നമ്മുടെ സൈന്യത്തിനുണ്ടായി എന്ന് വേണം കരുതാൻ. ഇതൊന്നും നമുക്ക് കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നതല്ല. ഇതിനെ സംബന്ധിച്ച തെളിവുകൾ പുറത്തുവിട്ടാൽ ആ പുറത്തുവിടുന്ന ആൾ ഒരു പക്ഷേ പിന്നീട് ലോകത്ത് അധികകാലം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഊഹാപോഹങ്ങൾ മാത്രമേ ഇക്കാര്യത്തിൽ ഉള്ളൂ.
ഇവിടെ ഈ ജോൺ കിരിയാക്കോയും ഊഹാപോഹങ്ങളാണ് പങ്കുവെക്കുന്നത് ANIയുമായി. അദ്ദേഹം പറയുന്നത് മുഖവിലേക്കെടുത്താൽ നമുക്ക് ഇക്കാര്യത്തിൽ ചില ബോധ്യങ്ങളുണ്ടാകും. എന്തായാലും അമേരിക്കയ്ക്ക് അവരുടെ അഹങ്കാരത്തിന് ഒക്കെ കിട്ടിയ, അവരുടെ മസ്തകത്തിൽ തന്നെ കിട്ടിയ ഒരു അടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. സത്യത്തിൽ ലക്ഷ്യം വെച്ചത് പാക് ഭീകരന്മാരെ ആണെങ്കിലും അത് ചെന്ന് കൊണ്ടത് അമേരിക്കയ്ക്ക് വരെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം അമേരിക്കയുടെ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന, അമേരിക്കയുടെ ഈ ഏഷ്യയിൽ സൂക്ഷിച്ചിരുന്ന ആണവായുധങ്ങൾക്ക് വളരെ കൃത്യമായി അതിനെ തകർക്കാൻ, അല്ലെങ്കിൽ ആ ബേസുകളെ തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്, നമ്മുടെ വായുസേനയ്ക്ക്, നമ്മുടെ മിസൈൽ സംവിധാനത്തിന് സാധിച്ചു എന്നുള്ളതിൽ നമുക്കും അഭിമാനിക്കാം. എന്തായാലും പാകിസ്ഥാൻ തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത്. ഈ അമേരിക്കയുടെ ചുവട് പിടിച്ച് അമേരിക്ക പറയുന്ന താളത്തിന് തുള്ളി ആണവായുധങ്ങൾ സ്വന്തം മണ്ണിൽ സൂക്ഷിക്കാൻ ഇടം കൊടുക്കുന്നത് സത്യത്തിൽ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. ഡെമോക്ലീസിൻ്റെ വാള് പോലെ അത് തലയ്ക്ക് മുകളിൽ തൂങ്ങി ആടുകയാണ്. ഏതു നിമിഷവും അത് വീണ് കഴുത്തറ്റു പോകാം. ഈ സത്യം പാകിസ്ഥാന് നന്നായിട്ട് അറിയാം. ഇതറിയാവുന്ന ഒരാൾ പാകിസ്ഥാനിലുണ്ടായിരുന്നു. അത് 1999 ശേഷം അവിടെ അധികാരം പിടിച്ചെടുത്ത പർവേസ് മുഷറഫ് എന്ന ഭരണാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇതിൽ കൂടുതൽ ആഴത്തിൽ, വ്യാപ്തിയിൽ അമേരിക്ക ഈ പാകിസ്ഥാനുള്ളിൽ കടന്നു കയറി സൈനിക താവളങ്ങൾ രഹസ്യമായി നിർമ്മിക്കാൻ ആരംഭിച്ചത്. ഇതെല്ലാം ജോൺ കിരിയാക്കോയിൻ്റെ അഭിമുഖത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് ചൂടുപിടിച്ച ചർച്ചകൾ നടക്കും. പല വിവരങ്ങളും പുറത്തു വരും. ഒരുപക്ഷെ ഇതെല്ലാം ഇന്ത്യയുടെ മിലിറ്ററി സംവിധാനത്തിന്, നമ്മുടെ സൈന്യത്തിന് അറിയാമായിരിക്കും. പക്ഷേ അവർ ഇതൊന്നും പുറത്തു പറയില്ല. അതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ ഭാഗമായി നിലകൊള്ളും. ഒരു കാര്യം തീർച്ചയാണ്, ഈ അമേരിക്കയെ പിന്താങ്ങി, അമേരിക്കയുടെ കാല് നക്കി, അമേരിക്കയുടെ ചുവട് പിടിച്ച് നടക്കുന്ന പാകിസ്ഥാൻ സ്വന്തം അസ്തിത്വം തന്നെ അമേരിക്കയ്ക്ക് അടിയറ വച്ച് സ്വയം നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് ചെന്നു വീഴുകയാണ് എന്ന സത്യമാണ് ഇവിടെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത്.